ഇരുന്നിരിപ്പിന് പോയാ എന്തോ പറ്റിട്ടുണ്ട്. കുഴപ്പമുള്ള സിദ്ധുളിയൻ എവിടെയെല്ലാം ഒളിച്ചോടി പോയി കാണും. உங்க குடும்பத்துல யாராச்சும் இந்த மாதிரி விரதம் எல்லாம் எடுத்து மாறினவங்க இருக்காங்களா? അപേക്ഷകൾ സമർപ്പിക്കാനുണ്ടായിരുന്നു. മൗനത്തിൻ്റെ അഗാധമായ തലത്തിലേക്ക് എത്തുമ്പോൾ ഈശ്വരനുമായി ഹൃദയസംവാദം നടത്താനും സാധിക്കും. കഴിഞ്ഞ എപ്പിസോഡ് തന്നെ അത്യാവശ്യം ഫണ്ടുള്ള പുതിയൊരു എപ്പിസോഡിന്റെ പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് മൗനവ്രതം എന്ന് പറഞ്ഞത് നമ്മുടെ ഇതിനു മുമ്പ് സീസൺ 1 കണ്ടിട്ട് മൗനവ്രതത്തിന്റെ എപ്പിസോഡ്. അപ്പോൾ അതേപോലെ ഒരു സംഗതി ആവുമെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇപ്പോൾ റൈറ്റേഴ്സ് ചിന്തിക്കുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു പോസിറ്റീവ് സൈനാണ്. ഇനി നമുക്ക് കുറച്ച് കിടില എപ്പിസോഡുകൾ കാണാം. നമുക്ക് ടൂറിന്റെ എപ്പിസോഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് നമ്മൾ വിചാരിച്ചായിരുന്നു ടൂറിന്റെ എപ്പിസോഡ് അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഒക്കെ പ്രമാണിച്ച്, പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കമന്റ് സെക്ഷനിലൊക്കെ പറയാം, എപ്പിസോഡിന്റെ കമന്റ് സെക്ഷനിലൊക്കെ ചെന്ന് പറയാം ടൂറിന്റെ എപ്പിസോഡ് നമുക്ക് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള എപ്പിസോഡ്സ് അവർ സോർട്ട് ചെയ്യും. പിന്നെ പിന്നെ മെർലിന്റെയും ഷിബുവിന്റെയും ഒക്കെ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറ്റും. കാരണം നമുക്ക് ക്യാരക്ടേഴ്സ് ഇപ്പം ഉപ്പുമുളക് വീട്ടിൽ കുറവാണ്. അപ്പം മെർലിനെയോ അല്ലെങ്കിൽ ഷിബുവിനെയൊക്കെ ശിവാനിയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ എപ്പിസോഡുകൾ നമുക്ക്